ഫ്രണ്ട്സ്, ഞാൻ ദിൽഷ പിയാസ്. എല്ലാവർക്കും ദിൽസ് കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുകൂട്ട് കുറേ ഫ്ലവേഴ്സ് ആണ്. ഇതിന് കുറേ പണച്ചെലവൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതെല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ നല്ല താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് പോകാം. നമുക്കപ്പോൾ ഇതിനായി വേണ്ട സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു A4 ഷീറ്റ് വേണം, പിന്നെ കുറച്ച് സ്കെച്ച് പേന, പിന്നെ ഫെവിക് ഗം വേണം, പിന്നെ ഒരു വലിയ സ്കെയിലില്ലേലും കുഴപ്പമൊന്നുമില്ല, പിന്നെ കത്രിക വേണം, പിന്നെ കുറച്ച് ഈർക്കിലി. അപ്പോൾ നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ A4 ഷീറ്റ് എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെയൊന്ന് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം, പക്ഷെ കുഞ്ഞായിട്ട് എടുക്കല്ല. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുമ്പോൾ ഒരു ഭംഗി കിട്ടത്തില്ല. മാക്സിമം വലുതാക്കി എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ നൂർത്തുമ്പോൾ ഇത് 4 വരകളാണ്. പിന്നെ സ്കെയിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്കെയിലും കൊണ്ട് ഇങ്ങനെ കീറിയെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മുടെ കത്രികയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മളെടുത്ത ആ പീസിൽ നിന്ന് നമുക്കൊരു പീസ് എടുത്തിട്ട് നമ്മൾ സ്കെച്ച് പേന എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഞാനിപ്പോൾ പിങ്കാണ് എടുക്കുന്നത്. നമുക്ക് നിങ്ങൾ നോക്കിക്കണം, ഇതുണ്ടോ, ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ വരച്ചിടുക. ഈസിയാണ്, കുട്ടികൾക്കൊക്കെ നല്ലപോലെ ചെയ്യാം, ഒരു അപകടവും പിടിക്കത്തില്ല. നമ്മുടെ റോസ് തീർന്നിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് പച്ചയാണ്. ഇത് പച്ചയും ഇതുപോലെ തന്നെ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കാം. ഡബിൾ കളറാണെങ്കിൽ നല്ല എടുപ്പുണ്ട് നമ്മൾ പൂ ഉണ്ടാക്കുമ്പം. അത് പക്ഷേ നിങ്ങളുടെ കയ്യിൽ 1-2 കളർ ഉണ്ടെങ്കിൽ ഒരു കളർ ആണെങ്കിലും മതി. ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ കുറേ കളർ എടുക്കുന്നത്. നമ്മൾ ഇവിടെ അടിച്ചതുപോലെ തന്നെ നമുക്കിനി ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ അടിക്കണം. നമുക്ക് മുമ്പ് എടുത്ത പിങ്ക് തന്നെ അങ്ങോട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈർക്കിലേക്ക് ചുറ്റിയെടുക്കാം. അതിന് മുമ്പ് നമുക്കിത് കണ്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടം പോലെ പീസുകൾ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ 3 പീസാണ് കട്ട് ചെയ്യുന്നത് ഒരുമിച്ചത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നമുക്കിപ്പം ഇത് കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇത് കുറേ വലുതായാലും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പം നല്ലപോലെ വിടർന്നൊന്നും വരത്തില്ല. കുഞ്ഞായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടില്ല. നമുക്കിതൊന്ന് തുറക്കാം. ഇതെല്ലാം നമുക്ക് തുറന്ന് നോക്കാം. നമ്മളപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചുറ്റാം. ഒരു ഈർക്കിലി എടുക്കുക, നമുക്കൊരു പീസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചുറ്റാം. നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. നമ്മളപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവസാനം വരെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗം എടുത്തിട്ട് ഇവിടെ ശകലം തേച്ച് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ച കളർ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് തണ്ടിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പം ഇത് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ചുറ്റിയെടുക്കാം. ശകലം തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ചുറ്റി എടുക്കുകയാണ്.
ഇത് നമ്മൾ പച്ചക്കട ചുറ്റിയിട്ടുണ്ട്. നമുക്കിനി ദീപത്തേൽ പശ തേച്ച് കൊടുക്കാം, ഇതൊട്ടിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായില്ല എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.